ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത, എനിക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. സത്യം പറയാലോ, എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയ ഒരു സംഭവം നിങ്ങളുടെ കയ്യിൽ പറയാനായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നേനെ. പിന്നെ അത് തിരിച്ച് കിട്ടാനും, അതായത് മരണത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുന്നതിൽ നിന്നും തിരിച്ച് കിട്ടാനും ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെന്താണെന്നും കൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. എൻ്റെ റൂമിൽ ഒരു സൈഡ് ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിൽ ഒരു സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡ് ഞാനിങ്ങനെ ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. എനിക്ക് പഠിക്കാനും എൻ്റെ വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂമിൽ തന്നെ ഇനിയൊരു കോർണറിൽ ചുച്ചുക്കുട്ടിക്ക് പഠിക്കാനുള്ളത്, വേറൊരു കോർണർ അപ്പുറത്തെ റൂമിൻ്റെ കോർണറിൽ ഹെയ്സൻക്ക്, പിന്നെ അതിൻ്റെ തന്നെ ഒരു സൈഡിൽ ഹയാനക്ക്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇതാണ് ചുച്ചുക്കുട്ടിക്ക് ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യായിരുന്നു. എൻ്റെ സാധനങ്ങൾ ഇവരാരും വന്ന് എടുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഐഡിയ മാറി പിറ്റേ ദിവസത്തേക്ക്. കാരണം ഈ ഭാഗത്ത് എനിക്ക് ഡ്രസ്സിങ് ഏരിയ ചെയ്യാമെന്ന് ഒരു തോന്നലുണ്ടായിട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം നേരെ ഈ സംഭവത്തിനെടുത്തിട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ട് സെറ്റ് ചെയ്ത്. അതായത് നമ്മുടെ റൂമെന്ന് പറയുമ്പോൾ ഒന്ന് കണക്റ്റഡ് ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ. എൻ്റെ റൂമിൽ നിന്ന് കുട്ടികളുടെ റൂമിലേക്കും ആക്സസിബിലിറ്റി ഉള്ള ഒരു റൂമാണ്. കാരണം കുട്ടികളും നമ്മുടെ കൂടെ തന്നെ എപ്പോഴും വേണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, എനിക്കാണെങ്കിൽ ഈ കുറേ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഷൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോർട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രസ്സിങ് ടേബിൾ അന്വേഷിച്ച സമയത്ത് 50,000 രൂപ ഗൈസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് എൻ്റെ ആ ഒരു ചെസ്റ്റ് ഡ്രോയർ പോലത്തെ ഡ്രോയറില്ലേ, അതിനെ കൊണ്ടുവന്ന് ഈ ഒരു കോർണറിലേക്ക് മുറിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇക്കാനെ കയ്യോടെ പിടിച്ചിട്ട് ഇപ്പം തന്നെ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഊരി. എന്നിട്ട് ഇതിനകത്ത് കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ശരിക്കും ക്ലാസ്സിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് വേണ്ടാത്തായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഹെഡ് ബോർഡിന് ആഫ്റ്റർ 2 years ഹെഡ് ബോർഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആയി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അതിൻ്റെ സ്റ്റിച്ചിങ്ങും പിന്നെ അത് ഓരോ ഈ പോർഷൻസും എടുത്ത അളവും ചെറുതും വലുതും ഒക്കെ ആക്കിയിട്ട് ആകെ മൊത്തത്തിൽ കൊളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്ത് സ്ക്രീൻ ഇടാനും വേണ്ടിയിട്ട് അവരിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ ഓക്കെയാണ്, പക്ഷേ ഈ സാധനം കാണാൻ എനിക്കെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. അവസാനം ഞാൻ അപ്പുറത്ത് മുറിയിൽ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ. ഇവരിവിടെ അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഡെയിലി ഞാനിത് കാണുമ്പോൾ കരയും. അപ്പം നമ്മൾ ജസ്റ്റ് ഇന്ന് നമ്മളൊരു വാക്കല്ലേ, നമുക്കിത് വേണ്ട വേറെ ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നി ഇന്ന് അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പൈസ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, മൊത്തം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്ന അവസാനം ഇക്കാലത്ത് ഒരിക്കൽ ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കരച്ചിലുണ്ട്. അപ്പോൾ ഞാൻ പോയി പറഞ്ഞു എനിക്കതെങ്ങനെയെങ്കിലും ശരിയാക്കി തരണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ്. പിന്നെ അവസാനം എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, അവൾ ഭയങ്കരമായിട്ട് കരച്ചിലാണ്, നിങ്ങളത് മാറ്റി കൊടുക്കുകയും ശരിയായിട്ടില്ലല്ലോ, ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കണല്ലേ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് മടക്കി കൊടുത്തു നമ്മൾ. പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റഡി ടേബിളിനൊക്കെ വെക്കാനും വേണ്ടിയിട്ട്. അത് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കാണിച്ചാണ്. പിന്നെ ഈ ഐക്യന്ന് വാങ്ങിയ സാധനങ്ങൾ ഫിക്സ് ചെയ്യാതെ 2 കൊല്ലത്തോളമായിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തു, വേറെ സ്ക്രീൻ പണി ചെയ്യാൻ വന്ന ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇക്കാക്ക് ഈ പണിയൊന്നും അറിയില്ല. പക്ഷെ ഞാൻ കോൺഫിഡൻസ് കൊടുത്ത്, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ ഡ്രില്ലർ എടുത്തിട്ട് വാ വാടകയ്ക്ക്, എന്നിട്ട് നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയക്കാനെ കൊണ്ട് അന്ന് ഫുൾ ആൻഡ് ഫുള്ളി എനിക്ക് എവിടെയൊക്കെയാണോ ആണി അടിക്കാനുള്ളത്, ഈ സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനുള്ളത് ഒക്കെ ഇക്കാക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയക്കാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കുഴപ്പമില്ല. മാക്സിമം അവരെ കൊണ്ട് അറിയാത്ത പണിയായിട്ട് പോലും അത്രയും പെർഫെക്റ്റായിട്ട് ഓരോന്നും നോക്കി
നമുക്കെല്ലാം ചെയ്തു തന്നു. അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങി വെച്ചതായിരുന്നു. മൂന്നാം പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വന്നിട്ട് കുട്ടികൾക്ക് മൊബൈൽ കളിക്കാതിരിക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനം, പിന്നെ ബോർഡ്, അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. ഫിക്സ് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും നമ്മുടെ മക്കളുടെ പഠനത്തിൻ്റെ ഒക്കെ കാര്യത്തിലില്ല. പലപ്പോഴും അവരെ നമുക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടണമെന്നോ, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവൂല, ചിലപ്പോൾ ഓർമ്മ നിൽക്കൂല, എത്ര ട്രൈ ചെയ്താലും പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടാവും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടികൾക്ക് അവരെ പഠന നിലവാരമൊക്കെ ഉയർത്താനും വേണ്ടിയിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ നോക്കും. അപ്പോൾ ഇവിടെ ഞാനൊരു ട്യൂഷൻ ക്ലാസ് പരിചയപ്പെടുത്തി തരാം. ആൽബ ലേണിംഗ് ഓൺലൈൻ ട്യൂഷനാണ്. കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ. എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സേഫായിട്ട് പഠിക്കുകയും ചെയ്യാം. മാത്രമല്ല കുട്ടികൾക്കും ടീച്ചേഴ്സിനും ലൈവ് ഇൻട്രാക്ഷൻസ് നടത്താനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വന്നിട്ട് കുട്ടികൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ പറ്റും. കേരള സിലബസ് 5 മുതൽ +2 വരെയും CBSE കുട്ടികൾക്ക് 8 മുതൽ +2 വരെയും ട്യൂഷനാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. പലപ്പോഴും ഇത്തരം ട്യൂഷനിലൊക്കെ നമ്മുടെ മെയിൻ പ്രോബ്ലം എന്താണെന്നറിയോ? ഫീസ് ഭയങ്കര കൂടുതലായിരിക്കൂലേ. അപ്പോൾ പഠിക്കാനും കഴിയാതെ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇവർ 50% ഫീസ് ഇളവ് കൊടുക്കുന്നുണ്ട്. ഗൾഫിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഇൻഡിവിജ്വൽ ട്യൂഷനായ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ അവർ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇഷ്ടപ്പെട്ട സമയത്തിന് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാനും പറ്റും. KG മുതൽ 4th വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, മലയാളം ബേസിക് ക്ലാസ്സുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്ത ക്ലാസ്സുകളാണ് കേട്ടോ. KG മുതൽ 4th വരെയുള്ള കുട്ടികൾക്ക് ബേസിക് ക്ലാസ്സുകളും 5th മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് കേരള സിലബസ് 8th മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് CBSE കുട്ടികൾക്കില്ലേ മികച്ച ട്യൂഷനാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അവരുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ച് നോക്കൂട്ടോ. കേരള, ഗൾഫ്, UK, ആഫ്രിക്ക എല്ലായിടത്തു നിന്നും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇത് മാത്രമല്ല 50% ഫീസ് ഇളവും പിന്നെ വിവിധ സ്കോളർഷിപ്പുകളും ഒക്കെ കുട്ടികൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഒന്ന് കയറി ജോയിൻ ചെയ്ത് നോക്കൂട്ടോ. അമ്മ ഇതിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കണ ആർക്കൊക്കെ വേണം? എല്ലാരും ഓടി. അപ്പൊ ഫസ്റ്റ് നമുക്ക് സോസേജ് ആണ്. ഇതെല്ലാം തന്നെ ഏത് ഷേപ്പിൽ കട്ട് ചെയ്യാം? ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്ത് വേണം? വേണടാ, തരാട്ടോ. സോസേജ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാൻ കഴുകിയിട്ട് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ആവശ്യത്തിന് വീഴില്ല. നമ്മുടെ സോസേജ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയിൽ കൂടെ ചുച്ചുക്കുട്ടി ഇവിടെ നമ്മുടെ ഇച്ചു ബേബിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലൊന്നുമില്ല, വെറുതെ ആക്ഷൻ കാണിക്കാൻ. ഈ മുളകിൻ്റെ പേരൊന്നും അറിയില്ല. കുറച്ച് ഭംഗിയുള്ളൊരു മുളകാണ്. അത് കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്. മിനി വ്ളോഗ് എടുക്കണം. പോലെ സാധാ വീഡിയോസിനെ കണ്ടി രസമുണ്ട്. അങ്ങനെയാണോ വേണ്ടത്? ഇതാണ് കുട്ടി തക്കാളി. അപ്പോൾ കുട്ടി തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞതാണ് കേട്ടോ. അത് ആക്ച്വലി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, എങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സോയ സോസ്. ഇനി മൂടി വെക്കാം. അപ്പോൾ ഇതേ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് തിക്കനായിട്ട് വരും. അപ്പോഴേക്കും ഞാൻ കുറച്ച് മല്ലിയില കട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ഇതാ, ഇതിനൊന്നും കൂടെ തിക്കനാക്കിയിട്ട് വരും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള എന്താ സംഭവം എന്നറിയോ? നട്ട്സ് പൗഡർ. നട്ട്സ് എല്ലാം കൂടി പൊടിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടാ. എങ്ങനെയുണ്ടായ? അടിപൊളി.
പൊള്ളോ എവിടെ ചൂടായ അപ്പോൾ ഇതേ നമ്മുടെ സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. ചിലർ വിചാരിക്കും കറി എന്ന് പറയുമ്പോൾ ചാറ് പോലെ, അതായത് ഗ്രേവി പോലെ കുറേ ഇല്ലല്ലോ എന്നുള്ളത്. ഞാനും മനഃപൂർവ്വം ഇങ്ങനെ ആക്കുന്നതാണ്. കുറച്ചും കൂടെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടവും ടേസ്റ്റും ഉണ്ടാകുന്നത് ഈ ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഇത് ക്വാണ്ടിറ്റി കുറവാണല്ലോ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ആക്ച്വലി അത്രയും മതി. അത് നമ്മൾ ചോറ് പോലെ കുറേ കഴിക്കൂലല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ അത്രയും മതിയാവും. പിന്നെ എന്തെങ്കിലും ഇതുപോലെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ കഴിച്ച് ശീലിച്ചതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ ക്യാരറ്റ് കുക്കുംബറും ഒക്കെ കഴിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഈ പാത്രങ്ങൾ 2 ഞാൻ അഡീഷണലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സോസേജ് എങ്ങനെയുണ്ട് ചുച്ചു? വായോണ്ട് പറയണം. ഓക്കെ ഇച്ചുമ എങ്ങനെയുണ്ട്? കടിച്ചു നോക്ക്. ആ വായിലെടുത്ത് തിന്നാൻ തുടങ്ങി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? റനാന്റെ റിവ്യൂ വേണം ഇടാന്. നെയ്യ് ആർക്കൊക്കെ വേണം? നെയ്യ് കുറച്ച് തിന്നണം. മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, അങ്ങനെ ഉണ്ടാക്കി കൊടുത്താല് കറി വേഗം തീരും. അത് തീർന്ന് അവർക്ക് ചോറ് പിന്നെ കഴിക്കൂല. അതുകൊണ്ട് മിക്സ് ആക്കി കൊടുക്കുന്നത്. എനിക്ക് മിക്സ് ആക്കി കഴിക്കും. റനാക്ക് നെയ്യ് അയച്ചാ കൈയൊന്നും എവിടെ ഇട്ടില്ലല്ലോ. സൂപ്പർ. അവര് സോസേജ് മൊത്തം കഴിച്ചിട്ട് അമ്മയ്ക്ക് അത് മാത്രം ചോറ് മാത്രം. എങ്ങനെയുണ്ട്? ഓണസ്റ്റ് റിവ്യൂ ഗൈസ്. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ആസ്വദിച്ച് കഴിക്കട്ടെ ഞാൻ. ഗ്രേവി പക്ഷെ കുറവായിട്ടോ. ഗ്രേവി കൂട്ടി കഴിച്ച് പൊളിക്കും. ഇനി ആർക്കാ ചോറ് വേണ്ടത്? ആർക്കൊക്കെ ഉണ്ട്? എന്നെ കഴിഞ്ഞ് എന്താണ് പെട്ടെന്ന് തീർന്നാ? അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഞങ്ങളൊരു നൈറ്റ് ഒരു ഷൂട്ടിന് വേണ്ടി പോവാണ്. ഇവിടെ മൊത്തം എന്താ പറയാ, മറ്റേ എന്താ പേര് വീണ്ടും മറന്നു ഞാൻ. വാഗൺ ട്രാജഡി ഇല്ലേ, അതേപോലെ മൊത്തം കുത്തി നിറച്ചിരിക്കണം. ഇതിൽ എത്ര പേരുള്ളതെന്ന് അറിയോ? 1 2 പേര് എക്സ്ട്രാ ഉണ്ട്. ബാക്കി ഞങ്ങള് 7 പേരും. മൊത്തം 9 പേരാണ് ഈ കാറിലുള്ളത്. അപ്പൊ ഇക്ക പറയണേ തലന്റെ ഡിക്കിയിലിടാൻ. എന്തിനാ ഡിക്കിയിലിടാന്? തലയണയാണ് പറഞ്ഞത്. എനിക്ക് കേട്ട് തലന്റെ ഡിക്കിയിലിടാന്. അയച്ച ഇവിടെ ഫ്രണ്ടിൽ എന്റെ മടിയില് 3 കുട്ടികളുണ്ട്. റനാന്റെ മടിയില് ചിച്ചു. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ സാധാരണയായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഇടുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണണം, മീൻസ് ഇപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പോയില്ലേ, ഇങ്ങനത്തെ സംഭവങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഹ ഗഫൂർ അല്ല സെൽഹ ബീഗം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. സിലു ടോക്സ് എന്ന് നോക്കിയാലും കിട്ടും കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതും പിന്നെ റിവ്യൂസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഇതുപോലത്തെ എനിക്ക് അമ്മ ഇല്ലാണ്ടോ അല്ലെങ്കിൽ കുട്ടികളില്ലാണ്ടോ പോകുന്നത് എന്തോ ഒരു കുറവ് പോലെയാണ് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അമ്മക്കും കൂടെ ഫ്രീ ഉള്ള ദിവസമൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ദിവസം നമ്മൾ വന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പായിരുന്നു. എലവനീഷ് എന്ന് പറഞ്ഞിട്ട് പാലക്കാടാണ്. സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല, പക്ഷേ ഇതിൽ ജസ്റ്റ് എനിക്ക് കാണിക്കണം എന്ന് തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയ എനിക്ക് ഡ്രസ്സിങ് ഏരിയ ആക്കി മാറ്റണം, ഡ്രസ്സിങ് ടേബിൾ ആക്കി മാറ്റണം എന്നുള്ളത്. സെപ്പറേറ്റ് നമ്മൾ ഡ്രസ്സിങ് ടേബിൾ നോക്കുന്ന സമയത്ത് 50,000 രൂപയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ വന്നതാണ് ഇതുപോലെ വലിയ മിറർ വാങ്ങുക. പക്ഷേ മിറർ ഞാൻ അയക്കൽ നോക്കി വെച്ചാൽ നല്ല അടിപൊളി സൂപ്പർ മിററായിരുന്നു. അതെനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു.
10,000 രൂപയാണ്. പക്ഷേ ആ സാധനം കൊണ്ടുവരുമ്പോഴേക്കും എല്ലാം പൊട്ടിപ്പാളീസാവും. അതേ സംഭവം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ അത് കിട്ടിയില്ല. പിന്നെ അങ്ങനെ മിറർ ഇതുപോലത്തെ വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് നമ്മുടെ ട്രസ്റ്റ് ഓഫീസിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീൽ ചെയർ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവർ കുറേ ദിവസം മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താണ് അവരുടെ വീട്ടിൽ വീൽ ചെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതും കൂടെ കളക്ട് ചെയ്ത് ഓട്ടോയിൽ കയറ്റി വിട്ടു. അതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ പണികൾ നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. നോക്കുന്ന സമയത്ത് ഇവിടെ ക്ലീൻ ആക്കാൻ വിട്ട ക്ലീൻ ആക്കാതെ വെറുതെ പുറത്തിരുന്ന് നിൽക്കുന്നു. വെറുതെ സാധനങ്ങൾ മാത്രം പുറത്ത് വെച്ചിട്ട് ഇതൊക്കെ കഴുകി വിടാനൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവരെ നോക്കിയിരുന്നു പറഞ്ഞാൽ എൻ്റെ പണികൾ നടക്കില്ല. എനിക്കൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേഗം അവിടെയാണെങ്കിൽ വെള്ളം കിട്ടാനും ഉണ്ടായിരുന്നില്ല. ഒരു ബക്കറ്റ് വെള്ളം മാത്രം കിട്ടി. അപ്പോൾ ആ വെള്ളം വെച്ചിട്ട് സോപ്പൊക്കെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ലാസ്റ്റ് വെള്ളം ഒഴിച്ച് വിടാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ വെള്ളം ഒഴിച്ച് വിടാൻ പറ്റില്ല എന്നായി. അപ്പോൾ പിന്നെ കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇതുപോലെ അടിച്ച് കഴുകി കുറേശ്ശായിട്ട് ഞാൻ അടിച്ചിങ്ങനെ വിട്ട് ആ ഇക്കാനത്ത് അത് ഫുള്ളായിട്ട് തുടച്ചെടുക്കാനായിട്ട് പറഞ്ഞു. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ എന്നിട്ട് വേണം ഫുഡ് ഐറ്റംസും പിന്നെ അതുപോലെ ഡ്രസ്സുകളും ഒക്കെ ഒന്ന് അടുക്കി വെച്ച് അത് വീഡിയോ എടുക്കണം, എല്ലാവരെയും എത്തിക്കണം, ആൾക്കാരെ വിളിക്കണം. മൊത്തത്തിൽ കുറേ മൈൻഡ് ഫുള്ളും ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. പക്ഷേ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല, നടക്കുന്ന പോലെ നടക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ വിഷമിക്കാനൊന്നും നിന്നില്ല. സമയമാകുമ്പോൾ പടച്ചോൻ എല്ലാറ്റിനും ഒരു തീരുമാനം വെച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇത് എൻ്റെ പണിയല്ലല്ലോ, ഇത് പടച്ചോൻ എന്നെ ഏൽപ്പിച്ച പണിയായതുകൊണ്ട് കറക്റ്റ് സമയമാകുമ്പോഴേക്കും ആവുമെന്നുള്ള ആ ഒരു ധൈര്യം മനസ്സിലെവിടെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം സോപ്പും വെള്ളമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഗ്ലാസ്സും ഒക്കെ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. കുറേ കാലമായിട്ട് പൂട്ടി കിടന്നിരുന്നൊരു ഷോപ്പല്ലേ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവർ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് തരുമെന്ന് മനസ്സിൽ വിചാരിച്ച് ഇക്കത് ശ്രദ്ധിച്ചതുമില്ല. ഇവരെല്ലാം വേറെ അതായത് ഓരോ കിറ്റാക്കാതെ എല്ലാം ഒന്നിച്ചാക്കിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതും കൂടെ നമുക്ക് എക്സ്ട്രാ പണിയായി. അപ്പോഴത്തേക്ക് എൻ്റെ കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എത്ര നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് പഠിച്ചോനൊന്നും തരൂല. അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, അപ്പോൾ കൂലിയും കൂടും. പിന്നെ ആ ഒരു ടെൻഷൻ കൂടിയായി. പിന്നെ ഞാൻ മനസ്സിൽ നിന്ന് വിട്ടു, നടക്കുമ്പോൾ നടക്കും ഓക്കെ എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ അതിന് ശേഷമുള്ള കാര്യമാണ് നമ്മുടെ ഹെഡ് ബോർഡ് അങ്ങനെ വീണ്ടും പണി കഴിഞ്ഞ് കുറേ ദിവസം അവരടുത്ത് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പഠിച്ചോനെ ഇനി വരുന്നെങ്കിൽ ശരിയായിരിക്കണേ, എനിക്ക് വലിയ കാര്യമായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇതും 2 വർഷം കാത്തിരുന്നിട്ടാണ് ഈ ഒരു ഹെഡ് ബോർഡ് സെറ്റായത്. പിന്നെ ഈ കട്ടിലിൻ്റെ സൈഡ് എപ്പോഴും കുട്ടികൾക്കും എനിക്കും ഒക്കെ കാല് ഭയങ്കരമായിട്ട് ഇടിക്കൂട്ടാ. അപ്പോൾ അങ്ങനെ 5 വർഷത്തിന് ശേഷം ഈ ഒരു സംഭവം സൈഡിൽ ഇതുപോലെ ഒട്ടിക്കുക, അതായത് ഈ എന്താ പറയുക സ്പോഞ്ച് ഒട്ടിച്ചിട്ട് അതിന് മാച്ചുള്ള മെറ്റീരിയൽ കൊണ്ട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ അതും നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത് രണ്ടും ഈ പണികളും കൂടെ കഴിഞ്ഞപ്പോൾ. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും നമ്മളങ്ങനെ ഷോപ്പിലേക്ക് വരുന്നു, പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഒരു പരുവമായിട്ടുണ്ടായിരുന്നു. നല്ലോണം വീർത്ത് വന്ന് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയി. അടിയിലൊക്കെ ഞാൻ ഈ കണ്ണിൽ തേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ തേച്ചിട്ടാണ് ഇരുന്നത്. എൻ്റെ മുഖം കണ്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം നമുക്ക് ഉറക്കമില്ല, അങ്ങനെ ഓടി നടക്കല്ലേ. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിക്ക് കാര്യങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സാധാരണ പോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് പോവുകയാണെങ്കിലും ഒരു ഇതല്ലേ, അതല്ലാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റുമുള്ള കുറച്ച് വിഷമിക്കുന്ന ആൾക്കാരെ കൂടെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റാന്ന് പറയാൻ അങ്ങനെ ഒരു അവസരം കിട്ടുന്ന തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് അൽഹംദുലില്ലാ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ നമുക്ക് എത്രയോ പേരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യം കേട്ടോ. അങ്ങനെ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതുപോലത്തെ എല്ലാ പണികളും ചെയ്തത്. പക്ഷേ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ അറിഞ്ഞ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അഹല്യ ഐ ഫൗണ്ടേഷൻ്റെ ഫ്രീ ഐ ടെസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. നമ്മളും അവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതും കഴിഞ്ഞു. പിന്നെ ഷാജി വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് സുഖമില്ലാണ്ട് ഇരുന്നിട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഷാജീൻ്റെ കുട്ടികളെയും ഞാനും കൂട്ടിയിട്ട് നമ്മുടെ ബുക്ക് സ്റ്റോളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് അവർക്ക് വേണ്ട കുറച്ച് ബുക്സ്, കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള സാധനങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും.
അപ്പോൾ എത്ര തന്നെ സാമ്പത്തികമുള്ള മീൻസ് ഒരുപാട് ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ എല്ലാ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ ഇവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരിക്കലും എത്ര തന്നെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള മക്കളെ വിട്ടിട്ട് ആരും പോകണം എന്ന് ചിന്തിക്കരുത് കേട്ടോ. മരിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ മക്കളെ അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. അപ്പോൾ എനിക്ക് ആ കുട്ടികളെ ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ നിർത്തി എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്നൊരു ആഗ്രഹമാണ്. ഷാജിദ യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ഫോളോവറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത ഒരാളാണ് കേട്ടോ. അതിന് ശേഷം വീണ്ടും വന്ന് മെസ്സേജ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഒരു ദിവസം ഇവരെ വീട്ടിലേക്ക് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെയുള്ളത്. പഠിച്ചോൻ അതിനുള്ളൊരു അവസരം എനിക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ആ മക്കൾക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ട് പിന്നെ നേരെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. കുറച്ച് നേരം വീട്ടിലിരിക്കുക, അതിനുശേഷം അവരെ കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ പാർക്കിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ പാർക്കിലേക്ക് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാനും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആരാണ് മനസ്സിലായോ? എൻ്റെ 6ാമത്തെ കുട്ടി. ആരാണ്? ആരാണ്? ഷാരിക്ക് ആരാണ്? എൻ്റെ സിർത്താത്തൻ്റെ ആരാണ്? 6ാമത്തെ കുട്ടി. ആരാണിത്? അപ്പൊ ഇതാരാണ്? ഇതാരാണ്? 6, 7 അല്ലേ? തീരെ ചെറുതാണ്. നടന്നു ഉള്ളിക്ക് നടന്നു കേറിക്കോ. നീ ഇവിടെ ഇരുന്നടാ. ഷാരിക്കിന് ഇഷ്ടായോ? ആ ഇൻഷാല്ലാ ഇതുപോലത്തെ കിച്ചൺ ഉണ്ടാവട്ടെ. എന്താണ് പറ ആദ്യം. ഇഷ്ടായോ? ഈ വണ്ടി നമ്മുടെ ഷാരിക്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് പറ, നീ പറ. അപ്പൊ ഞാൻ പറഞ്ഞു ഷാരിക്കിനോട് കൊണ്ടുപോയിക്കോളാം. അപ്പൊ എന്നോട് ചോദിക്കുക ഇവിടെ ഉണ്ണിയില്ലേ, ഉണ്ണിക്ക് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യണം പറ. ആ ഉണ്ണിക്ക് ഞാൻ വേറെ വാങ്ങിക്കൊടുക്കാം. ഇത് ഷാരിക്കിനോട് കൊടുക്കാൻ പോവാണ് അല്ലേ, എൻ്റെ സ്മോൾ ഗിഫ്റ്റ്. ഓക്കെ ശരി. ഇത് പോകുമ്പോ എങ്ങനെ എടുത്തിട്ട് പോകും? കാറിൽ കൊണ്ടുപോകണം. ശരി. ഇതാരാന്ന് മനസ്സിലായോ? ഷാജിദ മോനാണ്. ആ എൻ്റെ ആരാണ്? എത്രാമത്തെ മോന്? ആ എൻ്റെ 6ാമത്തെ മോനാണത്. താങ്ക് യു. കഴിച്ചിട്ട് ഇനി വേണമെങ്കിൽ ചോദിക്കണം കേട്ടാ. കാല് തട്ടണ്ട, കാല് മേലെ തൂക്കി വെക്കും. ആ അങ്ങനെ തന്നെ. അപ്പൊ ഇതെന്താന്നറിയോ? എന്താണ്? എക്സസൈസ് ചെയ്യാൻ. ആ അപ്പൊ നമ്മള് പുലിക്ക് തക്കതാ മെഷീനിൽ ഷാരിക്കിനെ കയറ്റി നിർത്താനായിട്ട് പോവാണ് കേട്ടാ. ആ ഓക്കെ അല്ലേ? കാലിങ്ങനെ വെക്ക്. ആ ഇനി ഈ കാലി കുറച്ച് പുറത്തേക്ക്, പേടിക്കരുത് കേട്ടാ. അതിന്റെ ഒരു കൈ പിടിക്കും, എന്നിട്ട് സ്റ്റാർട്ട് ആമത്തെ. എന്തത് ഒരു റിയാക്ഷൻ? ചിരി എങ്ങനെയുണ്ട്? അതിന് നിങ്ങൾ വോയിസ് തന്നെ കൊടുക്കണ്ടേ? മതിയാ? മതിയാ? ഞാൻ അടുത്താളെ മതിയാ? ഒരാൾ ഓരോരുത്തർ. കുഴപ്പമില്ല.
ഇനി ഡിസ്കോ ഡാൻസ് കളിക്കുന്ന പോലെ ഉണ്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല അവന്റെ ചിരിയാ നല്ല രസം അതെ വീടമ്മയാലും വീടൊന്നുമില്ല അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇപ്പൊരു പേടി കുലുങ്ങുന്ന കാണാത്ത കാല് പരത്തി വെക്കാത്തത് സ്ലോ ആക്കി വെച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ ഇനിയിപ്പോ എങ്ങടാ പോണത്? ഇന്നിപ്പോ ഞങ്ങള് വീട്ടിൽ പോവാ. ആരുടെ വീട്ടിക്ക്? ഉമ്മാന്റെ വീട്ടിക്ക് പോവാണ്. അല്ലല്ലോ, ഞാൻ നിങ്ങളെയും കൂട്ടി വേറൊരു ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ വണ്ടി വേണ്ട? ആ വണ്ടി വേണോ വേണ്ട അത് പറയും. പിന്നെ എന്താ ഉമ്മമ്മ പറഞ്ഞു? ഇത് കൊണ്ടുപോണ്ടാന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മളതിന് എന്തപ്പോ ചെയ്യാൻ പോണത്? കൊണ്ടുപോകാൻ സീത്ത പറഞ്ഞാ ചെയ്തിരിക്കും അല്ലേ? തരും പറഞ്ഞ തന്നിരിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് വീട്ടിലെത്തിക്കും. ഓക്കെ, ഡൺ. ആ കൊണ്ടാണ് തരാ പറയും. നമ്മളെങ്ങടെ പോണത്? കാപ്സി പോവാണ് കേട്ടോ ഞങ്ങള്. ബാക്കിൽ വരുന്നോ? അങ്ങനെ നമുക്ക് പാർക്കിലേക്ക് പോകാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ബസ് വൈകും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ബ്രോസ്റ്റ് കഴിക്കാനായിരുന്നു ഇഷ്ടം. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. നിങ്ങളാരും ഇത് കണ്ടിട്ട് പോകണ്ട. എത്രയോ മക്കൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരെ കാരണം. എനിക്കത് ഓപ്പണായിട്ട് പറയാനും വയ്യ. അതുകൊണ്ട് പക്ഷേ കുട്ടികളെ ഹാപ്പി ആയിരിക്കട്ടെ, അവർക്ക് കഴിക്കാൻ വേണമല്ലോ, അവർ ആഗ്രഹിച്ചല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ ഇടായിരുന്നു. പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് പറയുക, ഞാൻ പറഞ്ഞില്ലേ എനിക്കെൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയൊരു സംഭവം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരിപാടി കഴിഞ്ഞതിൻ്റെ കറക്റ്റ് പിറ്റേ ദിവസം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചു ബേബി എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.
പെട്ടെന്ന് ഒരു നിമിഷം മാത്രം എനിക്കെന്തോ ഇതുമായിട്ട് റിലേറ്റഡ് ഒരു കോള് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് പെട്ടെന്ന് ഒരു സൗണ്ടും ഞാൻ എണീറ്റ് ഓടുമ്പോഴേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട്ടിൽ ഒരു 5 or 6 എത്രയോ ലിറ്ററിൻ്റെ കുറച്ച് വലിയൊരു കുപ്പി വെള്ളം കുടിക്കുന്ന ഒരു കുപ്പിയില്ലേ അതുണ്ടായിരുന്നില്ലേ. ഈ ഇച്ചു ബേബി എന്ത് ചെയ്തിരിക്കുക, അതിൻ്റെ മുകളിൽ കയറി ഇതിനെ പിടിച്ചു. ഇതങ്ങനെ വഴിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഞാനിത് എങ്ങനെ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുള്ളത് അറിയില്ല. അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ ബോട്ടിൽ ഫസ്റ്റ് താഴേക്ക് വീണു. താഴേക്ക് വീണതും ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണിച്ചോടുന്നത്. എൻ്റെ കണ്ണിൻ്റെ മുന്നിലാണ് ഈ കുട്ടി ഈ ബോട്ടിലിൻ്റെ മുകളിലേക്ക് വീണ് പൊട്ടിയ ബോട്ടിലേക്ക് വീഴുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് ബ്രോസ്റ്റ് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തൊരു ഷോപ്പിൽ പോയിട്ട് ഞങ്ങളൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പിയായി. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ കുട്ടീൻ്റെ കാര്യം പറയാം. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ പൊട്ടി നിൽക്കുന്ന വലിയ വലിയ കുപ്പികൾ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എൻ്റെ കുട്ടി വീണതും ഈ കുപ്പി വീഴുമ്പോൾ ഒരു ബോംബ് പൊട്ടിയ ഒരു സൗണ്ട് പോലെയായിരുന്നു കുപ്പീൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ പൈപ്പ് കുപ്പിച്ചില്ലുകൾ ഒക്കെ അതിൻ്റെ മുകളിൽ എൻ്റെ ഇച്ചു ബേബി വീണ് കിടക്കുകയാണ്. ഞാനിങ്ങോട്ട് പോയി എൻ്റെ കുട്ടീനെ ഇങ്ങോട്ട് വാരി എടുക്കുമ്പോഴേക്കും ഉണ്ടല്ലോ എൻ്റെ കൈ മൊത്തം ബ്ലഡ്, അവിടെ മൊത്തം ബ്ലഡ്, എൻ്റെ ഡ്രസ്സ് മൊത്തം ബ്ലഡ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എൻ്റെ റബ്ബേ എവിടെയൊക്കെ എന്തൊക്കെ കീറിയിട്ടുണ്ടോ, എന്താ സംഭവിച്ചത് എന്നുള്ള ടെൻഷനും അതിൻ്റെ കൂടെ തന്നെ ഇല്ല പഠിച്ചോനെ എന്നെ അങ്ങനെ പരീക്ഷിക്കൂല, അതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഇതും മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആ സമയം എനിക്കിങ്ങനെ കടന്നുപോയി. കാരണം പിറ്റേ ദിവസം എനിക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുകയാണ്. അല്ലെങ്കിലേ നാട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും ഈ ചെറിയ കുട്ടികളെ വിട്ടിട്ട് പോകുന്നു, അവർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. ഇങ്ങനൊരു സംഭവം കൂടെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലാവുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ഇങ്ങോട്ട് എടുത്തിട്ട് നേരെ സിറ്റ് ഔട്ടിലേക്കാണ് ഓടി വരുന്നത്. റാനക്കുട്ടി ഉണ്ടായിരുന്നു, വേഗം ഫോൺ ചെയ്യുക അബീനെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എൻ്റെ കൈ മൊത്തം ബ്ലഡാണ്, എവിടെ നിന്നൊക്കെയാണ് ബ്ലഡ് വരുന്നത് നോക്കുകയാണ്. അപ്പോഴുണ്ട് എൻ്റെ കുട്ടീൻ്റെ വയറിൻ്റെ ഈ കാലിൻ്റെയും ഇടയിൽ ചില്ല് എനിക്ക് കിട്ടി. പക്ഷേ അൽഹംദുലില്ലാ പഠിച്ചോൻ്റെ ആ ഒരു അനുഗ്രഹം എത്രയാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഇത്രയും ചില്ലിൻ്റെ മേലെ വീണിട്ടും എൻ്റെ കുട്ടീൻ്റെ ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും എവിടെയും ഒന്നും സംഭവിച്ചിട്ടില്ല. കാലിൽ ചെറുതായിട്ട് ചില്ല് കയറിയിട്ടുണ്ടായിരുന്നു, കൈവിരലുകളിൽ കയറിയിട്ടുണ്ട്, കയ്യിലും ചെറുതായിട്ട് മാത്രം. വേറെ എവിടെയും ഒരു ചെറിയൊരു കീറലോ പോറലോ പോലും ഇല്ല. അപ്പോൾ പഠിച്ചോനെ എനിക്ക് കാണിച്ചു തന്നതായിരിക്കാം, നിനക്ക് കാവലായിട്ടുണ്ട് അല്ലെങ്കിൽ നിൻ്റെ മക്കൾക്ക് കാവലായിട്ടുണ്ട്. ചിലപ്പോൾ ഈ മക്കളെ ഞാൻ അന്ന് സന്തോഷിപ്പിച്ചതിൻ്റെ ഗുണമായിട്ട് പഠിച്ചോനെ എനിക്ക് എൻ്റെ കുട്ടീനെ തിരിച്ചു തന്നതായിട്ടാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ചെറിയ അവസരമെങ്കിലും ഇതുപോലെയുള്ള മക്കളെ സന്തോഷിപ്പിക്കാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇതാക്കുക. കാരണം ആ കുട്ടികൾ അത് ഡിസേർവിങ് ആണ്. അതിന് പഠിച്ചോൻ നമുക്ക് കൂലിയേ തരുള്ളൂ. അപ്പം അങ്ങനെ അവരെ യാത്രയാക്കി. അന്ന് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ കുട്ടീനെ എനിക്ക് രക്ഷപ്പെട്ട് കിട്ടിയത്. അപ്പോൾ ഈ ഒരു സംഭവം റാനക്കുട്ടി ഷൂട്ട് ചെയ്തതാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ എന്ത് അറിയോ ഇല്ലേന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങനെ തൂക്കിയിട്ട് പോയി ആ പോകുന്ന ഭാഗത്തൊക്കെ ബ്ലഡ് ഇങ്ങനെ ഇറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് മാത്രം വേറെ ഒന്നും അവൾക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അൽഹംദുലില്ലാ. കയ്യില് എങ്ങനെയായടോ? എങ്ങനെ? ആരെ കുപ്പി പൊട്ടിച്ച്? പൂച്ച കുപ്പി പൊട്ടിച്ച്. അപ്പൊ പൂച്ചന്റെ കയ്യിലാണ് ചോരയായിരിക്കണത്. ഇത് പൂച്ചയാണ്. എന്ത് പൂച്ചയാണിത്? ഇച്ചിലു പൂച്ചേ? എന്ത് പൂച്ച? എന്താണ്? എങ്ങനെ പൊട്ടിച്ച്? ആര് പൊട്ടിച്ച്? ഇച്ചു. ആരെ പൊട്ടിച്ച്? അങ്ങനെ ആക്കാൻ പാടില്ല, ബേയാണ്.
ചോര വരും കാണിച്ചെടുക്ക് ചോര കാണിച്ചെടുക്ക് പാവം പറ എങ്ങനെ തട്ടി ഇന്നലെ കഴുത്തിന് എന്താ പറ്റിയത് കഴുത്തില് കാണിച്ചു കൊക്കു ഇതെന്താണ് ആര് കാട്ടി ആര് ആര് മാന്തി ബേബി ആര് ആരാ മാന്തിയത് ആര് മാന്തി ആരെ മാന്തി പറ ആര് മാന്തി ആ ചോര കണ്ട് ചോര കണ്ട് കഴുത്ത് കെട്ടി നോക്കട്ടെ എന്താണ് കഴുത്തിൽ എന്ത് പറ്റി മാന്തിയടി ആരാ മാന്തിയത് ബേബി മാന്തിയാ മാന്തിയത് ബേബി മാന്തിയാ ആര് മാന്തി ആര് ആര് മാന്തി അങ്ങനെ ഇത്രയും കോലാഹലങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിറ്റേ ദിവസം നമ്മളങ്ങനെ കോളേജിലേക്ക് പോകുന്നത്. മനസ്സിൽ ഒരുപാട് ടെൻഷനും ആദ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പഠിച്ചോനെ എല്ലാറ്റിനും ഒരു കാവൽ എനിക്ക് ഏർപ്പെടുത്തി തരും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളുടെ ഒരുപാട് പേര് പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ഒരു ലക്ഷ്യം എത്ര കാലം മുന്നോട്ട് പോകും എന്നറിയില്ല, കംപ്ലീറ്റ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.